നമസ്കാരം. ഓൾറൗണ്ടർ മല്ലൂസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഷ് ബേസ് സിങ്കിലൊക്കെ നമ്മുടെ വേസ്റ്റ് ബ്ലോക്കായി കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. അടുക്കള ഭാഗത്തേലും മറ്റെല്ലാ ഏത് ഏരിയയിലാണെങ്കിലും. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഈ ബ്ലോക്ക് ഈ വേസ്റ്റ് ഉണ്ടല്ലോ, ഈ വേസ്റ്റൊക്കെ നമുക്ക് ബ്ലോക്കായി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ക്ലിയർ ആക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിൽ ഇന്ന് അവതരിപ്പിക്കുന്നത്. ഓക്കെ, നമ്മൾ ഈ ബ്ലോക്കായി കഴിഞ്ഞാൽ നമ്മൾ പ്ലംബർമാരെ വിളിക്കുക, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വന്നിട്ട് അവർക്ക് കൂലി കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ മറ്റു സഹായിച്ചവർക്ക് എന്തെങ്കിലും കൊടുക്കേണ്ടി വരും. അതൊന്നും വേണ്ട, നമുക്ക് സ്വന്തമായിട്ട് തന്നെ വീട്ടിലുള്ളവർക്ക് തന്നെ സ്വന്തമായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു വീഡിയോ ആണ് നമ്മൾ ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, അതിനൊക്കെ ഷെയർ ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് എല്ലാ ദിവസവും വരും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിൽ കൂടുതൽ കാര്യങ്ങൾ പറയാം. നമ്മുടെ ഈ വേസ്റ്റാണ് ഇതൊക്കെ ഈ ബ്ലോക്ക് ഈ ഏകദേശം ഈ ബെൻഡ് ഭാഗത്താണ് ഏകദേശം ഈ നമ്മുടെ ചോറായാലും അല്ലെങ്കിൽ കറിയുടെ കഷ്ണങ്ങളായി കഴിഞ്ഞാൽ ബ്ലോക്കായി കിടക്കുന്നത്. ഒരു കാരണവശാലും നിങ്ങൾ പാത്രം കഴുകുമ്പോൾ വേസ്റ്റ് ഒരു പാത്രത്തിലിട്ടതിന് ശേഷം മാത്രമാണ് നമ്മൾ പാത്രം കഴുകുന്നത്. ചില ആൾക്കാർക്ക് ഇതിൻ്റെ അകത്ത് തന്നെ കഴുകും, അങ്ങനെയാണ് ഈ ബ്ലോക്ക് ആവുന്ന കാരണം. അങ്ങനെ ബ്ലോക്കായാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടത് പറഞ്ഞാൽ നമ്മൾ ഏകദേശം 3 ലിറ്റർ വരുന്ന 4 ലിറ്റർ ഏകദേശം 3 ലിറ്ററോളം വരുന്ന പച്ചവെള്ളം എടുത്തിട്ട് നന്നായി തിളപ്പിച്ചിട്ടുണ്ട്. കണ്ടോ, നല്ല ചൂടാണ്. നന്നായി തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ശക്തമായിട്ട് ഇത് ഒഴിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ബ്ലോക്കെല്ലാം മാറിക്കിട്ടും. ഓക്കെ, നമുക്ക് പ്ലംബർമാരെ വിളിക്കുകയോ അല്ലെങ്കിൽ മറ്റാൾക്കാരെ വിളിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യേണ്ട. ഓക്കെ, നമുക്ക് കാണിച്ചു തരാം, ലൈവായിട്ട് കാണിച്ചു തരാം. ഓക്കെ, നല്ല ചൂടാണ്. ഓക്കെ, നല്ല ചൂട് തന്നെ ചെയ്യണം, അല്ലാണ്ട് നമ്മൾ ചെറിയൊരു തിളച്ചിട്ട് അങ്ങനെ ആക്കിയിട്ട് കാര്യമില്ല. നല്ല ചൂട് തന്നെ ഇങ്ങനെ ശക്തമായിട്ട് ഒഴിക്കുകയാണെങ്കിൽ നമ്മളിത് വേസ്റ്റ് നീങ്ങി പോകുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതെല്ലാവർക്കും വേണ്ടി ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒഴിക്കാം. കണ്ടോ, ആ വേസ്റ്റും അങ്ങനെ ബ്ലോക്ക് ആയതൊക്കെ നമുക്ക് ക്ലിയർ ആയി പോകുന്നത് കാണാം. കണ്ടോ, ഇത്രേ ഉള്ളൂ. സിമ്പിൾ കേസാണ്. അതിനുശേഷം നമ്മൾക്ക് ഇതാ ഈ വേസ്റ്റൊക്കെ വേണമെങ്കിൽ എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു പ്രശ്നമില്ല. അങ്ങനെ ബ്ലോക്കായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് തിളച്ച വെള്ളം എടുത്തിട്ട് നന്നായിട്ട് ഇത് ഒഴിക്കുക. ഇത്രയും തിളച്ച വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പൈപ്പ് ഉരുക്കി പോകുക, അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുണ്ടാവുക, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഈ പൈപ്പിന് ശേഷം ഒരു 1-2 മിനിറ്റ് തുറന്ന് വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലോക്കെല്ലാം ക്ലിയർ ആയിട്ട് നമ്മുടെ വേസ്റ്റ് കൂട്ടിലേക്ക് അത് മാറിപ്പോകും. നമ്മളിപ്പോൾ ബ്ലോക്ക് ആയാൽ മാത്രമല്ല, നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരു 1-2 ലിറ്റർ വെള്ളം തിളച്ചിട്ട് നമ്മൾ ഇത് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാഷ് ബേസ് എപ്പോഴും ബ്ലോക്ക് ആവാതെ ക്ലിയർ ആയിട്ട് നിൽക്കും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ചെയ്യാം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, അതുപോലെ തന്നെ ബെൽ ബട്ടൺ അമർക്കുക, പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾക്കെല്ലാം അയച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.